കർണന് പരശുരാമനിൽ നിന്ന് കിട്ടിയ ശാപം എന്താണെന്ന് അറിയാമോ? രാജകുടുംബത്തിൽ ജനിക്കാത്തത് കൊണ്ട് ഗുരുക്കന്മാർ ആരും കർണന് അസ്ത്രങ്ങളെക്കുറിച്ച് പരിശീലിപ്പിക്കാൻ തയ്യാറായില്ല. പരശുരാമന്റെ ശിഷ്യത്വം സ്വീകരിക്കാനായി താൻ ബ്രാഹ്മണനാണെന്ന് കള്ളം പറയുകയും പരിശീലനങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് കാട്ടിൽ വെച്ചു പരശുരാമൻ വളരെ ക്ഷീണിതനായി കർണന്റെ മടിയിൽ തല ചായ്ച്ച് ഒരു മരത്തിന്റെ ചുവട്ടിൽ സുഖനിദ്രയിലായിരുന്നു. ആ സമയത്ത് ഒരു കീടം കർണന്റെ തുടയിൽ പല്ലുകൾ വെച്ച് കടിക്കുകയും കർണന്റെ രക്തം വലിച്ചെടുക്കുകയും ചെയ്തു. തന്റെ ഗുരുവിന്റെ മയക്കത്തിന് ഭംഗം വരുത്തുമോ എന്ന ഭയത്താൽ കർണൻ പേശികൾ അനക്കാതെ വേദന സഹിച്ചു. പരശുരാമൻ ഉണർന്ന് ചോരയൊലിക്കുന്നത് കണ്ടപ്പോൾ ഉടൻ തന്നെ കർണനോട് പറഞ്ഞു, ഒരു ക്ഷത്രിയനല്ലാതെ മറ്റാർക്കും ഈ വേദന നിശബ്ദമായി സഹിക്കാനാവില്ല. നിങ്ങൾ സ്വയം ബ്രാഹ്മണൻ എന്ന് വിളിച്ച് എന്നെ വഞ്ചിച്ചു. ഈ ഗുരുതരമായ വീഴ്ചയ്ക്ക് ഞാൻ നിന്നെ ശപിക്കുന്നു. ഞാൻ പഠിപ്പിച്ച ബ്രഹ്മാസ്ത്രം നിർണായക നിമിഷത്തിൽ അത് പ്രയോഗിക്കാനുള്ള അവസരം വരുമ്പോൾ നീ അത് മറന്നുപോകും. അർജുനനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ കർണൻ അത് ഓർക്കാൻ കഴിയാതെ പോയതിന്റെ കാരണവും ഇത് തന്നെയാണ്.